ഇതുകൊണ്ടൊരു കാര്യം കാണിക്കാം. എന്താണ് ഇത് കണ്ടോ? ഇത് സ്വർണ്ണ ഇരിപ്പിടമാണ്. ഇവിടുത്തെ രാജാവിന്റെ സ്വർണ്ണ ഇരിപ്പിടമാണ്. അപ്പൊ അതൊക്കെ അപ്പൊ അന്നത്തെ കാലത്തെ ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ആ റൂമിലോട്ടാട്ടോ പോകുന്നത്. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ അമർ മഹൽ കാണാൻ ഇറങ്ങിയത്. അമർ മഹൽ ഞാൻ 3ാമത്തെ വട്ടോട്ടോ പോകുന്നത് ഇവിടെ ജമ്മൂര് വന്നതിന് ശേഷം. അപ്പം ഇത് നമ്മുടെ രാജഭരണം എന്നൊക്കെ പറയില്ലേ, അതായത് ജമ്മു കാശ്മീരിലെ രാജകുടുംബത്തിൻ്റെ നമ്മുടെ കൊട്ടാരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു മഹലാണ് അമർ മഹൽ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഞാൻ 3ാമത്തെ വട്ടമാണ് വരുന്നത്. അപ്പം ഇപ്പോൾ പക്ഷേ ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെ വീഡിയോഗ്രാഫി ഒരുപാട് അലൗഡ് അല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം വീഡിയോസൊക്കെ ഞാൻ എടുക്കാം. അതിനിടയ്ക്ക് ഇവിടെ കല്യാണം എന്തോ നടക്കുക കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാനൊന്ന് ഇത് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് രാജകുടുംബത്തിൻ്റെ എന്തോ കല്യാണമൊക്കെയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു, അറിയത്തില്ല. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ടിക്കറ്റ് എടുത്തു. അപ്പം ടിക്കറ്റ് ചാർജ് 50 രൂപ എന്തോ ആണ്. അപ്പം നമ്മൾ മുകളിൽ കയറി കാണണമെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അപ്പം വെച്ചു അങ്ങനെ അതും കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്തു എന്നുള്ളത്. എന്നാലും അവർ വീഡിയോഗ്രാഫി അനുവദിക്കത്തില്ല. നമ്മൾ ചോദിച്ചു ചെയ്യാൻ പറ്റുമോ ചോദിച്ചു, പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, ഇപ്പം എന്തോ പ്രൊഹിബിഷൻ വന്നതാണ് എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ കുറച്ചൊക്കെ പറ്റുന്ന വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല, എന്നാലും ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല അവർ. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് മേലില് രാജ്ഞിയുടെ റൂമുണ്ട്, അതായത് ഇവിടുത്തെ പ്രിൻസസിൻ്റെ റൂമുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ആ റൂമിലോട്ടാട്ടോ പോകുന്നത്. ഇതാണ് രാജ്ഞിയുടെ മുറി. അപ്പം കണ്ടപ്പം ഭയങ്കര അതിശയം തോന്നി കേട്ടോ. അന്നത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോഴും അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ. എന്നുവെച്ചാൽ അന്നത്തെ ആ തറയിൽ ഇട്ടിരിക്കുന്ന മാറ്റ് സഹിതം ഫാന്, പിന്നെ അന്ന് പൂജിച്ചിരുന്ന കാര്യങ്ങൾ, പിന്നെ എല്ലാ കാര്യങ്ങളും അന്നത്തെ കാര്യങ്ങളാട്ടോ. എല്ലാം അവിടെ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഴയ കാര്യങ്ങളാണ്. ഈവൻ ഫാൻ പോലും. ക്യാമറ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമുക്ക് എടുക്കാൻ അത്ര ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ കയ്യിൽ ക്യാമറ ഓണാക്കി വെച്ചേക്കുന്നതുകൊണ്ട് കിട്ടിയ ചെറിയ ക്ലിപ്സ് ഞാൻ പിന്നെ ഇൻക്ലൂഡ് ചെയ്തതാണ്. അത്ര ക്ലിയർ ഒന്നും അല്ല എന്നുണ്ടെങ്കിലും ഇത് അവരുടെ റൂമും അവരുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ആട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഫോട്ടോസ് അവിടെ അലൗഡ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ കാണിക്കാം. ഇതാ രാജ്ഞിയുടെ ഡ്രസ്സിംഗ് ടേബിൾ ആണ്. അതിന്റെ മുമ്പിൽ ഇരിക്കുന്നത് അവരുടെ ഹെയർ ബ്രഷും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതിന്റെ പുറത്തുള്ള കുറച്ച് ഫോട്ടോസും. ഈ കാണുന്ന 2 മാനിന്റെ തലയുണ്ടല്ലോ, അത് 2 ഒറിജിനലാണ്. രാജ്ഞിയും പിന്നെ അവിടുത്തെ രാജാവും ചെയ്തതാന്നൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ ഇത് മറ്റേ ഗ്രാമഫോൺ കണ്ടോ, 2 വർഷം പഴക്കമുള്ളതാ. ഈവൻ നൗ അത് ഓടുന്നുണ്ടെന്നുള്ളതാ. നമ്മളെല്ലാത്തിൻ്റെയും ഫോട്ടോസ് എടുത്തു. അതുകൊണ്ട് ഫോട്ടോസ് അവിടെ എടുക്കാൻ ഓക്കെയാണ്. അതിനുവേണ്ടി നമ്മൾ എന്തോ 50 രൂപ എന്തോ കൊടുക്കണം ഫോട്ടോസ് എടുക്കണമെങ്കിൽ. അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്തു. ഇത് ഡ്രസ്സിംഗ് ടേബിൾ അവർ പരിചയപ്പെടുത്തുക. ഇരിക്കുന്നതൊക്കെ ഹെയർ ബ്രഷ് ആട്ടോ. പിന്നെ ഇത് പഴയ റേഡിയോയും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ അവരുടെ ബാത്റൂമിൽ ഇരിക്കുന്ന സാധനങ്ങൾ പഴയ ഷനേലിന്റെയും ഒക്കെ അത്ര ബ്രാൻഡ് ഉള്ള ഷാംപൂ, കണ്ടീഷണർ അന്ന് ഉപയോഗിച്ച ഒരുപാട് വർഷം മുമ്പേ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ആട്ടോ. ഈ കാണുന്ന അവരന്ന് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകള്, പിന്നെ ചെരുപ്പുകൾ വരെ, ചെരുപ്പ് അവരുടെ ബാഗ് വരെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബാത്റൂമാണ്. ബാത്റൂം ക്ലിയർ ആയിട്ടൊന്നും കാണിക്കാൻ നമുക്ക് പറ്റിയില്ല. അവരുടെ ഡ്രസ്സിംഗ് റൂമും ബാത്റൂമും ഒക്കെ കാണാൻ ഭയങ്കര ഹ്യൂജാണ്. അതിൽ തന്നെ അന്നത്തെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അവരിപ്പോഴും വെച്ചേക്കുന്നത് കാണണം. പിന്നെ വിക്ടോറിയ രാജകുമാരി കൊടുത്ത കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇതിന്റെ അകത്തും കുറെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കംപ്ലീറ്റ്ലി നമുക്ക് വീഡിയോസ് അലൗഡ് അല്ല. അപ്പം ഇവിടെ ഇതിന്റെ 2-3 ഡോർസ് ഉണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി വീഡിയോസ് അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല. പുറത്തുനിന്നുകൊണ്ട് ഒരു കാര്യം കാണിക്കാം. എന്താണ് ഇത് കണ്ടോ? ഇത് സ്വർണ്ണ ഇരിപ്പിടമാണ്. ഇവിടുത്തെ രാജാവിന്റെ സ്വർണ്ണ ഇരിപ്പിടമാണ്. അപ്പൊ അതൊക്കെ വീഡിയോ എടുത്തു. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ അകത്ത് കയറി കണ്ടു. ഞാൻ 2-3 പ്രാവശ്യം കണ്ടതാണ്. എങ്കിലും നമുക്ക് പിന്നെയും കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഇവിടെ നല്ല വ്യൂസ് ആട്ടോ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട്.
ഹെലികോപ്റ്റർ പറക്കുന്നുണ്ടോ ആർമിയുടെ ആണ് കേട്ടോ. ഇവിടെ ഫുൾ എപ്പോഴും ഞങ്ങൾ നിൽക്കുന്നിടത്തായാലും പിന്നെ ഈ ജമ്മു കാശ്മീർ ഏരിയ മുഴുവൻ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ടാണ് കേട്ടോ ഈ ഹെലികോപ്റ്ററിന്റെ. അതുകൊണ്ട് ഇതിന്റെ ഒരു ബാക്ക് സൈഡ്, ഈ മഹലിന്റെ ഒരു ബാക്ക് സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. ആടോ താഴേക്കൂടെ ഇങ്ങനെ ചെമ്മരിയാടിൻ കൂട്ടം നടന്നു പോവാണ് കേട്ടോ. താഴെ വീഴും, ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു, അതുങ്ങൾ വീഴത്തില്ലായിരുന്നു, അപ്പുറത്തോട്ടൊരു കൊക്ക പോലെ. അപ്പം കുറേ കഴിഞ്ഞപ്പം പിന്നെ അവരുടെ കൂടെ ആളുണ്ട് കേട്ടോ, അയാൾ അവിടുന്ന് നടന്നു വരുന്ന കണ്ടു. അപ്പോൾ ഇവിടുത്തെ രാജകുടുംബം താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നത്. അവിടെ ഇപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുകയാണ്. ഇപ്പോഴത്തെ തലമുറയൊക്കെ താമസിക്കുന്നത്, നമ്മൾ പറയുന്ന പോലെ പിൻതലമുറ, ഇപ്പോഴത്തെ ജനറേഷൻ ഈ മഹലിന്റെ അവകാശികൾ ഇപ്പൊ അവിടെ താമസിക്കുന്നത്. ഫോട്ടോഗ്രാഫർ എനിക്ക് ഫോട്ടോ എടുത്തു തരുക. ഇവിടെ ഡാൻസർ ഈസ് ഡാൻസിങ്. കളിച്ചോ അമ്മ വീഡിയോ എടുത്തോളാം. വൈക വണ്ടിയിൽ വന്നുകൊണ്ട് പൊടിയൊക്കെ പറന്നൊരു പരുവായി. അപ്പോൾ തല കെട്ടിക്കൊണ്ട് വന്ന സാധനമെല്ലാം വഴിയിൽ നമ്മൾ അഴിച്ച് കളയുമല്ലോ, അങ്ങനെ ആണല്ലോ. പിന്നെ വേണ്ട റീലും ഫോട്ടോ എടുക്കാൻ ഇവിടെ കാറ്ററൊക്കെ നടത്തും കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് വൈകയുടെ കൊടുത്തു. അപ്പോൾ വൈക അപ്പുറത്തെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. വൈക അപ്പുറത്തുനിന്നുകൊണ്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുക്കുക. എന്നിട്ട് കുറച്ചൊരു ദൂരോട്ട് നിന്നാ കൂടെ അച്ഛനും അമ്മയും കാണണോ ഫോട്ടോക്കകത്ത്? മതി. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ജമ്മുവിലൊരു ഫ്രൂട്ട് മാർക്കറ്റാണ്, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഉള്ള ഒരു മാർക്കറ്റ്. ഈ മാർക്കറ്റ് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ കയറിയിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ താഴെ ഇങ്ങനെ ഇറങ്ങി പോകും. ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമേ ഉള്ളൂ. അപ്പം നല്ല റേറ്റിൽ, അത്യാവശ്യം നല്ല റേറ്റിൽ നല്ല ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ വിച്ചു വന്നിട്ടുണ്ട്. വിച്ചു ഇവിടുന്ന് വന്ന് മിക്കവാറും വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. കുറച്ച് ഇങ്ങോട്ട് വരണം, അപ്പോൾ ഈ അമർ മഹലിൻ്റെ ഒക്കെ അടുത്ത. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. കണ്ടോ ഫ്രൂട്ട്സ് ഇരിക്കുന്നത്. അങ്ങനെ ഓറഞ്ചിന്റെ വില ചോദിച്ചപ്പോഴുണ്ടല്ലോ 5 കിലോയ്ക്ക് 100 രൂപയാണ്. അപ്പൊ അങ്ങനെ വെച്ച് പറഞ്ഞു എന്തായാലും എടുത്തു, കാരണം നമുക്ക് ഒന്നുകിൽ ജ്യൂസ് അടിച്ചു കുടിക്കാം, അല്ലെങ്കിൽ നല്ല ഓറഞ്ചാണ്, കഴിക്കാനും നല്ല ഓറഞ്ചായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ 5 കിലോ വാങ്ങിച്ചോട്ടോ. എല്ലാ ദിവസവും ജ്യൂസ് അടിച്ചു കുടിക്കാനാണെങ്കിൽ തന്നെയും നല്ലതല്ലേ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം ഫുഡൊന്നും പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് വെച്ചു, തിരിച്ചു പോവാണ്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ജമ്മുവിലെ ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതല്ല, അവിടെ എല്ലാ കുട്ടികളും ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഓരോരോ കൂട്ടങ്ങളായിട്ട് ഇരിക്കുന്നുണ്ടോ. ഇപ്പൊ എക്സാം നടക്കും കേട്ടോ. അപ്പൊ പിള്ളേരെല്ലാം ഇരുന്ന് പഠിക്കുക. ഇപ്പൊ ഫൈനൽ എക്സാം നടക്കുന്ന സമയം. അപ്പൊ അങ്ങനെ പിള്ളേരെല്ലാം ഇരുന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കോഫി കുടിക്കാൻ കയറി. വൈകിട്ട് തലമുടി ഇരിക്കുന്ന കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു എനിക്ക്, വണ്ടിക്കകത്ത് വന്നുണ്ടോ. അങ്ങനെ കോഫി കുടിക്കാൻ കയറി. എന്നിട്ട് അപ്പം വിച്ചുന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം വിച്ചു കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ പോയി. അപ്പം ഞങ്ങൾ കോഫി കുടിക്കാൻ ബാരിസ്റ്റയിൽ കയറി. എന്നിട്ട് കോഫി അല്ല പക്ഷെ പറഞ്ഞത്, വൈക എന്തോ പറഞ്ഞു, സ്മൂത്തി പറഞ്ഞു, ചോക്ലേറ്റ്. അങ്ങനെ ഞാൻ കോഫിയും പറഞ്ഞു, അവള് ചോക്ലേറ്റ് സ്മൂത്തി ആട്ടോ പറഞ്ഞത്. അവിടെ
അപ്പൊ അത്രയുള്ളായിരുന്നു. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ഒരു കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവർ ഇനിയും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.